അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കാനുള്ളത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള നമ്പർ പ്രോബബിലിറ്റി എന്ന് പറയും. അപ്പൊ ഫസ്റ്റത്തെ സെക്ഷനിൽ നമ്മൾ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ഒരു ബോക്സ് എടുത്തിട്ട് ആ ബോക്സിൽ നിറയെ ബീഡ്സ് ഉണ്ട് പറയും. ഇപ്പൊ കുറച്ച് ബീഡ്സ് ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോൾസ് ഇട്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നമ്മൾ കണ്ടിട്ടത്. അതിന് നമ്മൾ എങ്ങനെ പ്രോബബിലിറ്റി ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാമെന്ന് കണ്ടു. ഇനിയുള്ളതിൽ നമ്മൾ കാണാൻ പോകുന്നത്, മിക്കവാറും ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ ഇതേമാതിരി തന്നെ ഒരു ബോക്സോ ബാഗോ ഒക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ ഇടാൻ പോകും. അപ്പൊ നമ്മൾ ഈ ബോക്സിൽ ഇപ്പൊ നമ്മൾ ഇടാൻ പോകും. അപ്പൊ സപ്പോസ് നമ്മൾ 1 മുതൽ 10 വരെ എഴുതിയ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ കള്ളനും പോലീസും ഒക്കെ കളിക്കില്ലേ, പേപ്പർ മടക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പല നാട്ടിലും പല പേരിൽ കളിക്കുന്ന പല കളികളുണ്ട്. ഇപ്പോ കോഴിത്തല എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും 1, 2 ഇങ്ങനെ ഏതുവരെ എഴുതിയിട്ടുണ്ടാവും. ഒരു 10 വരെ എഴുതിയിട്ട ഒരു ബോർഡ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ബോക്സിൽ നിന്ന് നമ്മൾ കണ്ണ് കെട്ടി വന്നിട്ട് നമ്മളൊരു പേപ്പർ, അല്ലെങ്കിൽ കണ്ണടച്ച് വന്നിട്ട് നമ്മളൊരു പേപ്പർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണുള്ള പ്രോബബിലിറ്റി. അങ്ങനെ നമ്പേഴ്സ് അല്ലെ, ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് നമ്മൾ ഇന്നത് ചൂസ് ചെയ്യുമ്പോൾ അത്തരം പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ചത് ഫുൾ എന്തായിരുന്നു, ബോക്സിൽ ബോളോ അല്ലെങ്കിൽ പുട്ടുകളോ ഇട്ടിട്ടുള്ള പ്രോബ്ലം. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുള്ള് നമ്പേഴ്സ് ആവും ആ ബോക്സ് നിറയെ ഉണ്ടാവുക. ഇവിടെ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക, പിന്നെ നമ്മൾ ഇവിടെ തന്നെ തന്നിട്ടുള്ള ഒരു ഫ്രാക്ഷൻ നമുക്ക് പ്രോബബിലിറ്റി ഇപ്പോൾ 1/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെങ്ങനെ നമ്മൾ പെർസെൻറ്റേജ് അല്ല, ഇത് നമ്മൾ എന്ത് പറയും, ഫ്രാക്ഷനിലാണ് പറയും. ഫ്രാക്ഷനിൽ നമുക്ക് ഡെസിമൽ ആക്കാൻ അറിയാം. ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം, ഫ്രാക്ഷനിൽ ഡെസിമൽക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, 1/2 എന്ന് പറയുമ്പോൾ 0.5 എന്ന് കിട്ടും. ഇതിനെ പേഴ്സൻറ്റേജ് മാറ്റാൻ കൂടി നമ്മൾ പഠിക്കും. അതെങ്ങനെയാ ചെയ്യുക, തന്നിട്ടുള്ള ഫ്രാക്ഷനെ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പെർസെന്റ് എത്രയെന്ന് കിട്ടും. അപ്പോൾ 100/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, 50 വരും. അപ്പൊ 50% ആണെന്ന് അർത്ഥം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൂടെ ഇവിടെ പഠിക്കാണ്ട്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വഴി കാണും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തുടങ്ങാം. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ഈ സെക്ഷൻ തുടങ്ങുന്നത് ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലൂടെ തന്നെ വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഉള്ള ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈച്ച് ഓഫ് ദി നമ്പേഴ്സ് ഫ്രം 1 to 25. അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ട്, 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് ഒരു സ്ലിപ്പിൽ എഴുതി, ആൻഡ് ഓൾ ദീസ് ആർ പുട്ട് ഇൻ എ ബോക്സ്. എല്ലാതും കൂടെ ആ 25 വരെ എഴുതിയ നമ്പർ എല്ലാം കൂടെ നമ്മൾ മടക്കിയിട്ട് നല്ല വൃത്തിക്ക് ഒരേപോലെ മടക്കിയിട്ട് ഒരു ബോക്സിൽ ഇട്ടു. ഓക്കെ, 1 സ്ലിപ്പ് ഈസ് ടേക്കൺ ഔട്ട്. എന്നിട്ട് റാൻഡം ആയിട്ട് അല്ലെ, നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ ഒരു പേപ്പർ എടുത്തു, അതിന് ഒരു സ്ലിപ്പ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഡ്രോൺ ഈസ് ആൻ ഈവൻ നമ്പർ. അപ്പൊ നമ്മൾ ആ എടുത്ത നമ്പർ, നമ്മൾ ആ ഒരു സ്ലിപ്പ് എടുത്തല്ലോ, ആ സ്ലിപ്പിൽ എഴുതിയിട്ടുള്ള നമ്പർ എന്താവാൻ, ഈവൻ നമ്പർ ആവാനുള്ള സാധ്യത. അപ്പൊ അത് എന്ത് നോക്കിയാൽ മതി, ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ. അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ മതി, ആകെ പെട്ടിയിലുള്ളത് എത്ര വരെയാണ്, 1 മുതൽ 22, 3 ഇങ്ങനെ പോയിട്ട് ഏതുവരെ ഇട്ടിട്ടുണ്ട്, 25 വരെയുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ ഇത്രയും നമ്പേഴ്സിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് നോക്കിയാൽ പോരെ. ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പൊ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം, ടോട്ടൽ നമ്പേഴ്സ് അല്ലെ. ടോട്ടൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 നമ്പേഴ്സ് ആണുള്ളത്. അത് നമുക്ക് എന്ത് കിട്ടണം, ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടേണ്ടത് ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സ് എത്ര ഉണ്ട് അറിയണം. അപ്പോൾ 1 മുതൽ 25 വരെ എത്ര ഈവൻ നമ്പർ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മളൊരു പ്രത്യേക കാര്യം, നമ്മൾ ഫസ്റ്റ് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉപയോഗിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പൊ ഇതാവുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടിക്കോളും. പക്ഷേ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡയറക്റ്റ് കിട്ടിക്കോളന്നില്ല. അപ്പൊ നമ്മൾ ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ പഠിച്ചൊരു ഐഡിയ ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, നമുക്കറിയാം ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, 2 അല്ലെ, 1 to 25 ഉള്ളിൽ 2, അടുത്ത ഈവൻ നമ്പർ ഏതാ, 4, 6 ഇങ്ങനെ പോയിട്ട് 25 ഓഡ് നമ്പറാണ്. അപ്പൊ 25 ഉള്ളിലുള്ള 25 തൊട്ട് മുന്നുള്ള ഈവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24. അപ്പൊ ഇത്രയും ഈവൻ നമ്പേഴ്സ്, ഇതിൽ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് എന്നാണ് അറിയേണ്ടത്. അപ്പൊ ഈ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കൊരു വഴിയുണ്ട് മക്കളെ, ശ്രദ്ധിച്ച് കേട്ടോ. ഇതെന്താണ്, ഈ തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ, അതിൽ ആർക്കും ഡൗട്ടില്ലല്ലോ അല്ലെ. ഫസ്റ്റ് ടേം എന്താണ്, 2 കോമൺ ഡിഫറൻസും 2 ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അവിടെ നമ്മൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേം കാണാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നു വെച്ച് കഴിഞ്ഞാൽ xn അല്ലെ, ലാസ്റ്റ് ടേം എത്രയാണോ തന്നിട്ടുള്ളത് അതിന് ഫസ്റ്റ് ടേം കുറയ്ക്കും, ബൈ അതിന്റെ കോമൺ ഡിഫറൻസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അതിലൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യും. ഈ 1 ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ട് ഈ സെക്ഷനിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്പൊ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ ആണോ. അപ്പോൾ
ഇവിടെ എന്ത് വരും? ആദ്യ ഇക്വേഷൻ എഴുതുന്നുണ്ട് xn മൈനസ് x1 ബൈ ഡി എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ എന്തുണ്ട്? ലാസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 അപ്പൊ 24 മൈനസ് x1 ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബൈ ഡി കോമൺ ഡിഫറൻസും എന്ത് തന്നെയാണ്? 2 തന്നെയാണ് പ്ലസ് 1. അപ്പൊ എന്ത് വരും? 24 2 പോയി കഴിഞ്ഞാൽ എന്ത് വരും? 22 ബൈ 2 പ്ലസ് 1. 22 ബൈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 11 പ്ലസ് 1 12. ഈ ക്വസ്റ്റ്യൻ ആവുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ്, അപ്പൊ therefore ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ടോട്ടൽ എത്ര ഈവൻ നമ്പർ ഉള്ളതാണ് ഈ 12. അപ്പൊ നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണെന്ന്? 12 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അത് എഴുതാം കേട്ടോ. therefore നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര എണ്ണമാണ്? നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 എണ്ണമാണ്. അപ്പോ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഇപ്പൊ നമുക്ക് ടോട്ടലും കിട്ടി നമുക്ക് ആവശ്യമുള്ള ഈവൻ നമ്പേഴ്സിന്റെ എണ്ണവും കിട്ടി. മനസ്സിലായോ? നമുക്ക് ആവശ്യമുള്ളത് ഈ 2 കാര്യങ്ങൾ മാത്രമാണ്. ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 25 എണ്ണം ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് അല്ലെ, അതിന്റെ ഉള്ളിൽ എത്ര ഈവൻ നമ്പർ ഉണ്ട്? 12 എണ്ണം. ഈ 25 എണ്ണത്തിൽ 12 എണ്ണവും ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി എഴുതിക്കൂടെ? നമ്മൾ നേരത്തെ ബോളിന്റെ കേസിലൊക്കെ എഴുതിയ മാതിരി തന്നെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? therefore probability of that number is ഈവൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ എഴുതാൻ പറ്റും? നമുക്ക് ആവശ്യമുള്ള ഈവൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. ആകെ എത്ര എണ്ണമുള്ളത്? 25 അപ്പൊ ഇതാണ് ആൻസർ. ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി എത്രയാണെന്ന്? 12/25. ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഇതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഒരു നമ്പർ ഓഡ് നമ്പർ ആവാൻ. അപ്പൊ ഇനി നമുക്ക് സിമ്പിൾ ആയി പറഞ്ഞൂടെ അല്ലെ? നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് 12 എണ്ണാണെങ്കിൽ ആകെ 25 ഉള്ളത്. അപ്പൊ നമുക്ക് ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓഡ് നമ്പർ ആവൂലേ അല്ലെ? ഒന്നുമില്ലെങ്കിൽ ഈവൻ നമ്പർ അല്ലെങ്കിൽ ഈ ഓഡ് നമ്പർ. അപ്പൊ ഈ സാധ്യതയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ബി ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആദ്യം തന്നെ ഞാൻ എഴുതുന്നുണ്ട്. എന്ത്? നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ബാക്കിയൊക്കെ ഓഡ് നമ്പർ ആവും. അല്ലെങ്കിൽ നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇനി അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് എന്ത് ചെയ്താൽ മതി? 25 12 കുറച്ചാൽ ബാക്കിയൊക്കെ ഓടായിരിക്കും. അപ്പൊ എത്ര എണ്ണം? 13 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ therefore ആ പ്രോബബിലിറ്റി കൂടെ നമുക്ക് എഴുതിക്കൂടെ? പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് നമ്പർ ഈസ് ഓഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് നമ്പർ ഈസ് ഓഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും? ഓഡ് നമ്പേഴ്സ് 13 എണ്ണം, ടോട്ടൽ 25 എണ്ണം. അപ്പൊ 13/25. അപ്പൊ അതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 13/25 ആണെന്ന്. ഇതുവരെ ക്ലിയർ ആണോ? ഈ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഐഡിയ ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സി ക്വസ്റ്റ്യനും കൂടെ സിമിലർലി ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. ഇവിടെ സി ക്വസ്റ്റ്യൻ എന്ത് പറയുന്നുണ്ട്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഫ്രം ദ ബോക്സ് അല്ലെ? നമ്മുടെ ബോക്സിലുള്ളത് 1 മുതൽ 25 വരെയാണ്. അപ്പൊ അതില് മൾട്ടിപ്പിൾ ഓഫ് 3 ഏതൊക്കെ നോക്കാം. അപ്പോ മൾട്ടിപ്പിൾ ഓഫ് 3 ലെസ് ദാൻ 25 നോക്കിയാൽ പോലെ. മൾട്ടിപ്പിൾ ഓഫ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 അല്ലെ? 25നേക്കാൾ വലുതോ അല്ലെങ്കിൽ ആയിട്ടുള്ള 25ന്റെ ഉള്ളിലുള്ള മൾട്ടിപ്പിൾ ഓഫ് 3 ഏതൊക്കെയാണ് നോക്കാം. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് വലിയ പണിയില്ല. അപ്പൊ എന്ത് വരും? 3 6. ഒന്നുമില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഫോർമുലയിൽ കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണം കിട്ടും. അതിന് പകരം ഞാൻ ഈ ഫോർമുല ഉപയോഗിച്ച് കാണുകയാണ്. അപ്പോൾ ഇനി 24 അല്ലേ ലാസ്റ്റ് മൾട്ടിപ്പിൾ വരും അല്ലേ? 24 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് ടേം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ നമുക്ക് ഈ സെറ്റ് ഇങ്ങനെ വരും. 3 6 ഇങ്ങനെ പോയിട്ട് 24 വരെ. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ബ്രാക്കറ്റ് ഒന്നും വേണ്ട, ഇനി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത്രയും നമ്പേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊക്കെ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3 കാണാം. നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാം? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുലയെ കൊടുത്താൽ മതി. ഇവിടെ xnന്റെ സ്ഥാനത്ത് ആരുണ്ട്? ഫോർമുല എഴുതുന്നുണ്ട്. xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. ഇവിടെ ആരുണ്ട്? xnന്റെ സ്ഥാനത്ത് ലാസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ആണ്. 24ന് x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 3 ബൈ ഡി കോമൺ ഡിഫറൻസ്. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? 3 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ 3
+1 എന്ന് വരും. അപ്പൊ എന്ത് വരും? 24 3 പോയി കഴിഞ്ഞാൽ 21. 21/3 +1 എന്ത് വരും? 7 + 1 8. 8 മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ടാവും. അപ്പോ അതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3യും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 8 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് വേഗം ആൻസർ ചെയ്തുകൂടെ? അപ്പൊ നമുക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങളായി കഴിഞ്ഞു. ഒന്ന് ടോട്ടൽ നമ്പർ എത്ര ഉണ്ട്? 25 തന്നെ. അതൊക്കെ മാറ്റമില്ല. നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3യും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. ആൻസർ എഴുതുന്നത് ശ്രദ്ധിച്ചോ. അപ്പോ therefore the probability of getting മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും? ഓഫ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾ ഓഫ് 3 = 8/25. എങ്ങനെ എഴുതി അവസാനിപ്പിക്കാം? ക്ലിയർ ആണോ? ഇനി അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കാര്യം കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇനി അതിന് പകരം മൾട്ടിപ്പിൾ ഓഫ് 6 ആണെങ്കിലോ? അപ്പൊ നമുക്ക് അതും കൂടി എഴുതി വെക്കാം. നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6 അല്ല, അതിന്റെ മുന്നേ മൾട്ടിപ്പിൾസ് ഓഫ് 6 ഒന്ന് എഴുതി നോക്കാം കേട്ടോ. അപ്പൊ അത് എഴുതുന്നുണ്ട്. മൾട്ടിപ്പിൾസ് ഓഫ് 6 അല്ലെ, മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? 6, 12, 18, 24 ഇത്രയല്ലേ വരിക? ഇനി വരില്ലല്ലോ. ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് എത്ര മൾട്ടിപ്പിൾ ഉണ്ട്? 4 എണ്ണം. അപ്പോ നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 6, ഇതിന് നമ്മൾ ഫോർമുല ഒന്നും ഉപയോഗിക്കുന്നില്ല, ഡയറക്റ്റ് ആ 4 അല്ലല്ലോ. നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വരും. ക്ലിയർ? നമുക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങളുമായി. ഇനി ഡയറക്റ്റ് എന്തെങ്കിലും കൊടുത്താൽ മതി. ഈ ഫോർമുലയിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഓക്കെ ആണോ? ഇപ്പൊ നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 6 കിട്ടിക്കഴിഞ്ഞു 4 ആണെന്ന്. അപ്പൊ therefore the probability of getting multiple of 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും? 4/25. അപ്പൊ അതിന്റെ ആൻസറുമായി. ഇപ്പൊ നമുക്ക് 2 ആൻസറും കിട്ടിക്കഴിഞ്ഞു. ഒന്ന് മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടാനുള്ളത് എത്രയാണ്? 8/25 ആയിരുന്നു അല്ലെ. മൾട്ടിപ്പിൾ ഓഫ് 6 കിട്ടാനുള്ളതോ? മൾട്ടിപ്പിൾ ഓഫ് 6 കിട്ടാൻ എന്താണ്? 4/25 ആണ്. ഇതുവരെ ക്ലിയർ ആണെന്ന് എഴുതുന്നു. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇഫ് എ നമ്പർ ഈസ് ഡ്രോൺ ഫ്രം 1, 2, 3 etc. 1000. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് ഈ ഒരു ബോക്സിൽ നമ്മൾ ഇടാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 മുതൽ എത്ര വരെ ഇട്ടിട്ടുണ്ട്? 2 ഇങ്ങനെ പോയിട്ട് 1000 വരെയുള്ള നമ്പേഴ്സ്, 1000 വരെ നമ്പേഴ്സിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് എ ഫാക്ടർ ഓഫ് 1000. അപ്പോൾ ആ എടുക്കുന്ന നമ്പർ, നമ്മൾ അതിനൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ 1000ന്റെ ഫാക്ടർ അല്ലെങ്കിൽ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഫാക്ടർ എന്താണെന്ന് ഡൗട്ടുള്ളവർ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു 8ന്റെ ഫാക്ടർ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 8 കൊണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാതും 8ന്റെ ഫാക്ടേഴ്സ് ആണ് അല്ലെ. 8നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പൊ 8 തന്നെ കിട്ടും അല്ലെ. കറക്റ്റ് ഡിവൈഡ് ചെയ്യാം. ഇനി 8നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പൊ 4 കിട്ടും. കറക്റ്റ് ഇവിടെ ഒരു നമ്പർ കിട്ടുന്നുണ്ടല്ലോ. ഇനി 8നെ വേണമെങ്കിൽ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ഈ 8നെ വേണമെങ്കിൽ നമുക്ക് 8 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം, അപ്പൊ നമുക്ക് 1 കിട്ടും. അപ്പൊ 8നുള്ള ഫാക്ടേഴ്സ്, 8ന്റെ ഫാക്ടേഴ്സ് അല്ലെ, ഫാക്ടേഴ്സ് ഓഫ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. അപ്പൊ ഇത്രയും ഫാക്ടറാണ് 8നുള്ളത്. അപ്പൊ ഇതുപോലെ നമുക്ക് 1000നെ ആരൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എഴുതി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ എന്നല്ല, പോസിബിൾ ആണ്, പക്ഷെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ ഇതിന് പകരം നമ്മൾ പഠിച്ചൊരു പരിപാടി ഉണ്ട്. നമ്മൾ ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. അപ്പൊ ആ ഒരു പരിപാടി അറിയാത്തവർ ശ്രദ്ധിച്ചു കേട്ടോ. 1000ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യാന്ന് കണ്ടോ. ഇന്ന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈം ഫാക്ടറൈസേഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. LCM കാണാനും HCF കാണാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ 1000ന് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1000ന് നമ്മൾ ആദ്യം ഏറ്റവും ചെറിയ പ്രൈം നമ്പർ അല്ലേ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ? 2 അല്ലേ. 2 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പൊ നമുക്ക് എന്ത് വരും? 500 എന്ന് വരും. ഇനി 500 നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ, അപ്പൊ നമ്മൾ വീണ്ടും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്ത് വരും? 250 എന്ന് വരും. 250 നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാറ് പകുതി കാണാം. അപ്പൊ എന്ത് വരും? 125 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
അപ്പൊ നമ്മൾ ഇനി അടുത്ത പ്രൈം നമ്പർ ആണോ, നമ്മുടെ പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ് 2, 3, അതുപോലെ എന്ത് വരും 5, 7, ഇതൊക്കെയാണ് എന്ത് നമ്മുടെ പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ 11 അപ്പൊ നമ്മൾ 2 കൊണ്ട് ചെക്ക് ചെയ്തു, 2 കൊണ്ടുള്ളതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഈ 125 ഇനി ബാക്കി വന്നതിന് 125 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ 3 കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ അടുത്ത പ്രൈം നമ്പർ എടുത്തു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 125 ഷുവറായും 5 പോകും. അപ്പൊ നമ്മൾ വേണമെങ്കിൽ സൈഡിൽ ചെയ്ത് നോക്കാം കേട്ടോ, ഡൗട്ട് ഉള്ളവർക്ക്. 2 5s are 10 എന്ന് വരും. റിമൈൻഡർ 2 5 5s are 25 ഉണ്ടോ, കറക്റ്റ് പോകും. അപ്പൊ നമുക്ക് അപ്പൊ ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ആരോടാണ്? 5 കൊണ്ട്. ക്ലിയർ ആണോ? അങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നമ്മൾ ആ ഓർഡർ ഓരോരോ പ്രൈം ആയിട്ട് എടുത്ത് നോക്കും. അപ്പൊ ബാക്കി ആര് വരും? ഇവിടെ 5 വരും. അപ്പൊ ഇവിടെ എന്ത് വരും? 25 വരും. 25 നമുക്ക് വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 5 5. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് 1000 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? ഇപ്പൊ നമുക്ക് ഈ സൈഡിൽ കിട്ടിയതില്ല, ഇതാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള നമ്പേഴ്സ് എന്ന് വെച്ചാൽ. ഇപ്പൊ ഈ സൈഡിൽ കിട്ടിയ നമ്പേഴ്സ് ഇല്ലേ, ഇതാണ് നമുക്ക് ആവശ്യമുള്ള പ്രൈം ഫാക്ടർ. അതൊക്കെയാണ് എന്ത്, ഇത്രയും ഫാക്ടേഴ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും, 1000 ക്യാൻ ബി റിട്ടേൺ ആസ് 1000. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എത്ര 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ? 3 2 ഇല്ലേ, അല്ലെ? 3 2 ഉണ്ട്, 3 5 ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും, ഒന്നുമില്ല ഇങ്ങനെ എഴുതാം, 2 × 2 × 5 അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാറില്ല. നമ്മൾ 2 × 2 3 2 ഗുണിക്കുന്നതിന് വരെ 2 ക്യൂബ് എന്ന് എഴുതും, × 5 ക്യൂബ്. അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ 1000 നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടുക. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ഏതിൻ്റെങ്കിലും ഒക്കെ നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറയുക. അപ്പൊ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഡൗട്ട് ഉള്ളവർക്ക് കിട്ടും. അപ്പൊ 1000 പ്രൈം ഫാക്ടറൈസേഷൻ ഇങ്ങനെ വരും. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടാൻ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 1000 നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കാം. അതിനു വേണ്ടി നമ്മൾ എന്താ അറിയോ? ഇതിന്റെ പവേഴ്സ് ഉണ്ടല്ലോ, ഏതൊക്കെയാണ് ഇവിടെ പവേഴ്സ്? 2 പവേഴ്സ് ഉണ്ടല്ലോ, 3. ഇതിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ തന്നിട്ടുള്ള പവർ 3 + 1 കൂട്ടുക ഇൻറ്റു അടുത്ത പവർ ആയിട്ടുള്ള 3 + 1. ഇതാണ് കേട്ടോ ചെയ്യാം. നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പവറിലൂടെ ഒക്കെ ഫസ്റ്റത്തെ പവറിന്റെ കൂടെ 1 കൂട്ടുക ഇൻറ്റു രണ്ടാമത്തെ പവറിന്റെ കൂടെ 1 കൂട്ടിയത്. അപ്പൊ എന്ത് വരും? 4 × 4 എന്ന് വരും. അപ്പൊ 16. അപ്പൊ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞു. എത്ര എണ്ണം ഉണ്ട്? 16 എണ്ണം ഉണ്ട്. ഇപ്പൊ ഇനി നമുക്ക് സുഖമായി പ്രോബബിലിറ്റി എഴുതിക്കൂടെ? ഇനി അപ്പൊ നമുക്ക് എന്ത് 16 എന്ന് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ആ ഒരു കാര്യം ക്ലിയർ ആയി വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 16 എന്നുണ്ട്. ടോട്ടൽ നമ്പർ എത്ര എണ്ണമാണ്? 1000 വരെയുള്ള നമ്പേഴ്സ് അല്ലേ. അപ്പൊ ടോട്ടൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ ഡൗട്ട് ഒന്നും വരാല്ല, 1000 എണ്ണാണ്. അപ്പൊ therefore the probability of getting എന്ത് പറയാം? the number as factor of 1000 അല്ലെ. ഫാക്ടർ ഓഫ് 1000 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 16/1000 എന്ന് എഴുതും. ക്ലിയർ? അപ്പൊ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 3 0 കേച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാറാണ് പതിവ്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നുണ്ട്. അപ്പൊ 0.016 എന്ന് വരും. ക്ലിയർ? ഈ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിനെ പെർസെന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിനെ പെർസെന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കൂടെ ശ്രദ്ധിച്ചോ. അപ്പൊ ഇതിന് നമ്മൾ പ്രോബ്ലംസിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ പറയും. അപ്പൊ അതുകൂടെ ശ്രദ്ധിച്ചിട്ടോ. പെർസെന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഒന്നുമില്ല, ഈ കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, കിട്ടിയ ആൻസർ ഒന്നുമില്ലെങ്കിൽ ഫ്രാക്ഷന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് × 100 ചെയ്യുക. അപ്പോൾ ഇൻ പെർസെന്റ് വേണമെങ്കിൽ എഴുതി വെച്ചോ. ഇൻ പെർസെന്റ് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഫ്രാക്ഷനാണ് ഇൻറ്റു ചെയ്യുന്നത്. അപ്പൊ 16/1000 ആണ് നമ്മുടെ പ്രോബബിലിറ്റി. ആണോ? ഈ ഒരു 0 മറക്കാതെ 16/1000 ആണ് നമ്മുടെ പ്രോബബിലിറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഒരു 100 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഇവിടുന്ന് ഒരു 0, ഇവിടുന്ന് ഒരു 0, 2 0 പോയി. ബാക്കി എന്തുണ്ടാവും? 16/10 എന്നുണ്ടാവും. അതെന്ത് വരും? 1.6% എന്നാണ് ആൻസർ. അപ്പോൾ പെർസെന്റിലേക്ക് എഴുതാം, ഡൗട്ട് ഒന്നും വേണ്ട. എന്ത് ചെയ്യുക? ഡയറക്റ്റ് 100 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കുക. ഓക്കെ ആണോ?
ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ള ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇൻ ഈച്ച് ഓഫ് ദി പ്രോബ്ലം ബിലോ, അല്ലെ 3 പ്രോബ്ലം ആയിട്ടാണ്, 3 സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ആസ് എ ഫ്രാക്ഷൻ ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ് ഇൻ ഡെസിമൽ ഫോം. അപ്പൊ നമുക്ക് 3 രീതിയിലും കാണാം. ആദ്യം നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് വേണം, ഓക്കെ, ഫ്രാക്ഷൻ ആയിട്ട് വേണം. പിന്നെ നമ്മൾ എന്ത് വേണം? ഫ്രാക്ഷൻ ആയിട്ട് വേണം. അതുപോലെ നമ്മൾ ഡെസിമൽ ആയിട്ട് വേണം, ഡെസിമൽ ഫോമിലും വേണം, പെർസെൻറ്റേജ് ഫോമിലും വേണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാട്ടോ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈ 1 നമ്പർ ഈസ് 1 നമ്പർ ഫ്രം 1 to 10, അല്ലെ? ഇപ്പൊ എന്താ എഴുതിയിട്ടുണ്ട്? 1 മുതൽ 10 വരെ എഴുതിയ ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? നമ്മളൊരു പേപ്പറിൽ നിന്ന് കണ്ണടച്ചെടുത്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് എ പ്രൈം നമ്പർ? അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ടോട്ടൽ നമ്പർ എത്ര എണ്ണമാണ്? ടോട്ടൽ നമ്പർ 10 എണ്ണമാണ്. ടോട്ടൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 10 എണ്ണം. ഇത് നമുക്ക് എന്തൊക്കെ എഴുതാം? ഇതിലുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10നേക്കാൾ ചെറുതായിട്ടുള്ളത്. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2, 3, 5, 7, അടുത്ത് എന്ത് വരും? ഇത്ര. പിന്നെ അടുത്തത് 11 വരിക. 10ന്റെ താഴെയുള്ള മതിയല്ലോ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞു. നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് വരും? 4 എണ്ണം. നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എണ്ണമാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? therefore പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് വരും? ഗെറ്റിംഗ് പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്തെഴുതാൻ പറ്റും? 4 പ്രൈം നമ്പർ ആണുള്ളത്. എത്ര എണ്ണത്തില്? ബൈ 10. ഇതിനെ അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആയി. ഫ്രാക്ഷൻ രൂപത്തിലുള്ള നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ ഡെസിമലാക്കി മാറ്റുമ്പോൾ അതാവുകൊണ്ട് നമുക്ക് വലിയ പണിയില്ല. 0.4 ഒരു ഡെസിമൽ മാറ്റി വിട്ടാൽ മതി. അപ്പൊ നമുക്ക് ഡെസിമൽ ഫോമിലും കഴിഞ്ഞു. ഇനി പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 0.4 എന്ന് എഴുതുക. ഇതുവരെ എഴുതി. ഇനി ഇൻ പെർസെന്റിലും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇൻറ്റു 100 കൂടെ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 4/10 ആണ് നമ്മളെ കയ്യിലുള്ളത്. ഇൻറ്റു 100 കൂടെ ചെയ്യുമ്പോൾ ഒരു 0യും ക്യാൻസൽ ആയി. ബാക്കി എന്തുണ്ടാവും? 4 × 10 അല്ലെങ്കിൽ 40% ആണ് കേട്ടോ ആൻസർ വരിക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ആൻസർ. ഓക്കെ, ഫസ്റ്റ് ഫ്രാക്ഷൻ ഫോമിലാണെങ്കിൽ 4/10. ഓക്കെ, ഇനി ഡെസിമൽ ഫോമിലാണെങ്കിൽ 0.4. അതുപോലെ പെർസെൻറ്റേജിലാണെങ്കിൽ 40%. ക്ലിയർ ആണെന്ന് എഴുതலாம். ഓക്കെ, ഈ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് ഒരു ബോക്സിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് എ 2-digit നമ്പർ? അപ്പോൾ അതൊരു 2 അക്ക സംഖ്യ ആവാനുള്ള സാധ്യത. നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, ഇങ്ങനെ പോയിട്ട് 4 ഏതുവരെ ഇട്ടിട്ടുണ്ട്? 100 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ 99 ഉണ്ടാവും. 100 വരെയുള്ള നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് 2 അക്ക സംഖ്യകളാകാനുള്ള സാധ്യതകൾ എത്രയാണ്? അപ്പോൾ ടോട്ടലിനൊന്നും ആർക്കും ഡൗട്ടില്ല. ടോട്ടൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ആണ്. ടോട്ടൽ നമ്പേഴ്സ് 100 ആണ്. അതില് 2-digit നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2-digit 2 അക്ക സംഖ്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നത് എവിടെ തൊട്ടാണ്? 10 മുതലാണ്. 10 മുതൽ 10, 11, 12 ഇങ്ങനെ പോയി ഏതുവരെ ഉണ്ടാവും? 99 വരെ 2-digit നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇത് എത്ര ഉണ്ട് നോക്കിയാൽ പോരെ? ഇത് നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ലോജിക്കുള്ളവർക്ക് ആലോചിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. xn = അല്ലെ, n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? xn - x1/d + 1. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ? 10, 11, 12. അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുലയിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ ഫോർമുല ആദ്യം എഴുതുന്നത് xn - x1/d + 1. ഇവിടെ ലാസ്റ്റ് ടേം 99 ആണ്. 99 മൈനസ് ഫസ്റ്റ് ടേം ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ 10 ആണ്. ബൈ കോമൺ ഡിഫറൻസ് 1 അല്ലേ? 1 + 1.
+1 ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്ത് വരും? 99 10 കുറച്ച് കഴിഞ്ഞാൽ 89. 89/1 + 1. അപ്പൊ എന്ത് വരും? 89/1 എന്ന് വെച്ചാൽ 89. അപ്പൊ 89 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 90. അപ്പൊ നമുക്ക് എന്താ കിട്ടി? ടോട്ടലും കിട്ടി, നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സും കിട്ടി. അപ്പൊ therefore പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും? 2 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 19/100 0 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഫ്രാക്ഷനിലാവുമ്പോൾ 9/10. ഇനി ഇതിനെ ഡെസിമൽ ആക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വരും? 0.9 വരും. ക്ലിയർ? ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെന്ത് എഴുതാം? പെർസെന്റ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇൻ പെർസെന്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. ഇൻ പെർസെന്റ് നമുക്ക് വേണമെങ്കിൽ 9/10 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഒരു 0 ക്യാൻസലായി ബാക്കി ഉണ്ടാവും 90. 9 × 10 90%. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ, ഫ്രാക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 9/10. ഡെസിമലിലാണെങ്കിൽ 0.9. അതുപോലെ പെർസെൻറ്റേജിലാണെങ്കിൽ 90%. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇതിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന് നമുക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് കേൾക്കട്ടോ. എവരി 3 ഡിജിറ്റ് നമ്പർ ഈസ് റിട്ടൺ ഇൻ എ സ്ലിപ്പ് ഓഫ് പേപ്പർ. എല്ലാ 3 അക്ക സംഖ്യകളും ഒരു പേപ്പറിൽ എഴുതി, എന്നിട്ട് ആ പേപ്പറൊക്കെ കൂടെ ഒരു ബോക്സിൽ ഇട്ടു. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 അക്ക സംഖ്യകൾ. അത് തുടങ്ങുന്ന എവിടെയാണ്? 100, 101, ഇങ്ങനെ പോയിട്ട് 102 ഏത് വരെ ഉണ്ടാവും? 999 വരെ ഉണ്ടാവും. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ എന്ത് 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ അതാദ്യം മനസ്സിലാക്കാത്തത്. ഇതൊക്കെയാണ് എന്ത് 3 ഡിജിറ്റ് നമ്പേഴ്സ്, 3 അക്കങ്ങളുള്ളത്. ഓക്കെ, ഇനി ഇഫ് 1 സ്ലിപ്പ് ഈസ് ഡ്രോൺ, അത് നമ്മളൊരു സ്ലിപ്പ് എടുത്തു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഈസ് എ പാലിൻഡ്രോം? അപ്പൊ ഈ ഒരു വാക്കാണ് നിങ്ങൾക്കൂടെ ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്. പാലിൻഡ്രോം. അപ്പൊ പാലിൻഡ്രോം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാട്ടോ. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം എന്താണെന്ന് തന്നെ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വേർഡ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഡിഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ പ്രത്യേകത എന്താ? ഇത് മാത്സ് അല്ല കേട്ടോ. ഇതിനെ തല തിരിച്ചെഴുതിയാലാണ് ഡിഡ് തന്നെ വായിക്കുക. ഇനി വേറൊരു വാക്ക്, ഇൻട്രസ്റ്റിംഗ് ആയൊരു വാക്ക്, മലയാളം. ഇതിനെ നിങ്ങൾ തിരിച്ചെഴുതി നോക്കുക. അപ്പോഴും മലയാളം എന്നല്ലേ വായിക്കുക? മലയാളം. അപ്പൊ ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ പാലിൻഡ്രോം എന്ന് പറയുക. അപ്പൊ മക്കളെ, പാലിൻഡ്രോം എന്താന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്പേഴ്സിലാണെങ്കിൽ അപ്പൊ 3 ഡിജിറ്റ് നമ്പേഴ്സിലുള്ള പാലിൻഡ്രോം ഏതൊക്കെ വരിക? അപ്പൊ നമ്പേഴ്സിലെ പാലിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ആൽഫബറ്റിൽ ഇങ്ങനെയാണ് പാലിൻഡ്രോം എങ്കിൽ നമ്പേഴ്സിലെ പാലിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഒന്ന് ചിന്തിച്ച് നോക്കും. ഇപ്പൊ 3 ഡിജിറ്റ് നമ്പറിലെ പാലിൻഡ്രോംസ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. 101, അടുത്തത് എന്ത് വരും? അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും സെയിം നമ്പർ ആയിരിക്കും. അടുത്തത് 111, അടുത്തത് എന്ത് വരും? 121, 131, 141, 151, 161, ഇങ്ങനെ ഏതുവരെ ഉണ്ടാവും? 19 വരെ, 1 വരെ ഉണ്ടാവും. ക്ലിയർ? അടുത്തത് ഇപ്പൊ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് 2 എൻഡ് ചെയ്യുന്നതായ പാലിൻഡ്രോം ഉണ്ടായിക്കൂടെ. അപ്പൊ എന്ത് വരും? 202, 212, 222, അടുത്ത് എന്ത് വരും? 232, 242, 252, ഇങ്ങനെ പോയിട്ട് ഏതുവരെ ഉണ്ടാവും? 292. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് 3ലാണെങ്കിൽ കറസ്പോണ്ടിങ് ഇങ്ങനെ ഉണ്ടാവും. 303, 133, 2333, ഇങ്ങനെ പോയിട്ട് ഏതുവരുണ്ടാവും? 393 വരെ ഉണ്ടാവും. ഇനി ലാസ്റ്റ് ഇതേമാതിരി 4 വെച്ചിട്ടുണ്ടാവും. 404 അങ്ങനെ പോയിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ലാസ്റ്റ് ഏതുവരെ വരും? ഏതുവരെ വരും? 909, 919, അടുത്ത എന്ത് വരും? 929, ഇങ്ങനെ പോയിട്ട് ഏതുവരെ ഉണ്ടാവും? 999 വരെ ഉണ്ടാവും. അപ്പൊ നോക്കടാ, ഇതിൽ ഓരോന്നിനും ഇതിലെത്രണ്ണമുണ്ട്? 1, 2, 3, അതായത് 0 സെന്ററിൽ മുതൽ 9 വരെ. അപ്പൊ ഇതിൽ എത്രണ്ണമുണ്ട്? ഈ ഒരു സെറ്റിൽ 10 എണ്ണം ഉണ്ട്. ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? ഇങ്ങനത്തെ എത്ര സീക്വൻസ് ഉണ്ട്? 1, 2, 3, 9 എണ്ണം അല്ലേ? അപ്പോ ടോട്ടൽ പാലിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അപ്പൊ എത്ര എണ്ണം വരും? 9 × 10 90 എണ്ണം വരും. അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ സ്പെഷ്യാലിറ്റി. ഇപ്പൊ ടോട്ടൽ പാലിൻഡ്രോമിന്റെ എണ്ണം അത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ എഴുതി തുടങ്ങാം. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ആണ്
ടോട്ടൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ടോട്ടൽ എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട് എന്നുള്ളത് ആദ്യം കിട്ടണം. ടോട്ടൽ നമ്പർ ഈക്വൽ ടു ടോട്ടൽ നമ്പേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 തുടങ്ങി 101 ഇങ്ങനെ പോയിട്ട് ഏതുവരെ ഉണ്ടാവും 999 ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ നമ്മുടെ അതിലുള്ള ഫോർമുല കൊടുക്കാം. ഇപ്പൊ ടോട്ടൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ശരിക്കും നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് വിത്ത് കോമൺ ഡിഫറൻസ് 1. അപ്പോൾ ഫസ്റ്റ് ടേം 999 മൈനസ് 100 ബൈ ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് 1 ആണ്, പ്ലസ് 1 ഓടെ ഉണ്ട്. അപ്പൊ ഇത് ഇടാൻ മറക്കരുത്. അപ്പൊ എന്ത് വരും, 899 പ്ലസ് 1 എന്ന് വരും. അപ്പൊ 900 ആയിരിക്കും ടോട്ടൽ നമ്പർ. ഓക്കെ, അപ്പൊ ഇതിലും ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. ഇനി നമുക്ക് എന്താ എഴുതാൻ പറ്റും, ഇതൊന്ന് നമുക്കിപ്പോ എന്ത് കിട്ടി, നമ്പർ ഓഫ് പാലിൻഡ്രോം കിട്ടിക്കഴിഞ്ഞു. നമ്പർ ഓഫ് പാലിൻഡ്രോം എത്ര ഉണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് ആദ്യം മനസ്സിലാക്കട്ടോ. പാലിൻഡ്രോം എത്ര ഉണ്ട്, 19. അപ്പൊ നമുക്ക് therefore പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പാലിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, അപ്പൊ ശരിക്കും എന്ത് വരും, 90 ബൈ എത്രണ്ണത്തില് 900. 0 ക്യാൻസൽ ആയി, ബാക്കി എന്തുണ്ടാവും 9/90. ഇതൊന്നും നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ, ഇതൊന്നും നമുക്ക് 9 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 വരും. 1/10 അല്ലെങ്കിൽ നമുക്ക് ഡെസിമൽ ആക്കി എഴുതുമ്പോൾ 0.1 എന്ന് വരും. ഇനി പെർസെന്റ് ആക്കി എഴുതുന്നത് ഇവിടെ വരുന്നുണ്ട്. ഇൻ പെർസെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1/10 ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ ഒരു 0 ക്യാൻസൽ ആയപ്പോൾ എന്ത് വരും, 10% വരും. അതാണ് നമുക്ക് ആവശ്യമുള്ള ആൻസർ. ഒന്നുമില്ലെങ്കിൽ എന്ത് പറയാ, നമുക്ക് ഫ്രാക്ഷൻ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് പറയും, 1/10 എന്ന് പറയും. ഇനി എന്ത് വെച്ചിട്ടാണെങ്കിൽ ഡെസിമൽ ആണെങ്കിൽ 0.1, പെർസെൻറ്റേജ് ആണെങ്കിൽ 10% എന്ന് പറയും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണോ? ബാക്കി 4 പ്രോബ്ലം ആണ്, 4 ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിലുള്ളത്. ബാക്കി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.